ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, നമ്മുടെ എക്സാം ടൈമാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് വേഗം പാരൻസിനെ വേഗം വിളിച്ചെടുത്തിരുത്തി അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കുക. മക്കളെയും പാരന്റിനെയും കൃത്യമായിട്ട് സ്ക്രീനിങ് കാണണം. കാൽക്കുലേറ്റർ എല്ലാവരും കാണിച്ച്, കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അല്ലേ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ കാൽക്കുലേറ്റർ കാണിച്ച് എല്ലാവരും. ഇതിനിടയിൽ ഇനി കാൽക്കുലേറ്റർ എടുക്കാനൊന്നും പോകാൻ പറ്റൂല. കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ എക്സാം ടൈമിൽ പാരന്റ് നിർബന്ധമായിട്ടും കൂടെ ഉണ്ടായിരിക്കണം. അറേഞ്ച്മെന്റ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, അതുപോലെ പേരുകളൊക്കെ കറക്റ്റ് ആയിട്ട് സാറേ ഫോർത്ത് റോയിൽ സെക്കൻഡ് വൺ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പ്രോപ്പർ ആക്കുക, അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ സ്ക്രീനിങ് കാണാം. ക്വസ്റ്റ്യൻ ആരും കോപ്പി ചെയ്യേണ്ടതില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ സോഴ്സ് ഡോക്യുമെന്റ്സ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ഫോളോയിങ് സ്പെഷ്യൽ ജേണൽ. താഴെ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ജേണൽസിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ് എഴുതുക. സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ആണ് എഴുതുക. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ഏതാണെന്ന് എഴുതുക. ജസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. സെയിൽസ് റിട്ടേൺ ഏതാണ് സോഴ്സ് ഡോക്യുമെന്റ്, പർച്ചേസ് റിട്ടേൺ ഏതാണെന്ന് എഴുതി 2 മാർക്ക്. രണ്ടെണ്ണത്തിന് ഓരോ മാർക്ക് വെച്ച് 2 മാർക്ക്. സെക്കൻഡ് വൺ, പ്രിപ്പയർ സെയിൽസ് ജേണൽ. സെയിൽസ് ജേണൽ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡേ ബുക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കണേ. 2025 ഏപ്രിൽ 1-ാം തീയതി സോൾഡ് 10 ദിവാൻ കോട്ട് ടു മുനീർ അറ്റ് ₹15,000 പെർ ദിവാൻ കോട്ട്. അതായത് ഒരു 10 ദിവാൻ കോട്ട് മുനീറിന് വിറ്റിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ വില 15,000 രൂപ. അടുത്ത ഏപ്രിൽ 20-ാം തീയതി സോൾഡ് 5 വുഡൻ ടേബിൾ വിറ്റിട്ടുണ്ട്. ഹംസയ്ക്കാണ് വിറ്റിട്ടുള്ളത്. ഒരു ടേബിളിന്റെ വില 5,000 രൂപ. അടുത്ത ഏപ്രിൽ 26-ാം തീയതി സോൾഡ് 6 ഡൈനിങ് ടേബിൾ ടു അലക്സിന് ഒരു 6,000 ഡൈനിങ് ടേബിൾ വിറ്റിട്ടുണ്ട്. ഒരു ടേബിളിന്റെ വില 12,000 രൂപയാണ്. പക്ഷെ അലക്സിന് മാത്രം നമ്മളൊരു 10% ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് ഉണ്ട് 10%. അടുത്ത ഏപ്രിൽ 30-ാം തീയതി സോൾഡ് 12 ചെയേഴ്സ് ടു കുമാറിന് ഒരു 12 ചെയർ വിറ്റിട്ടുണ്ട്. ഒരു ചെയറിന്റെ വില 800 രൂപ. അപ്പൊ സെയിൽസ് ഡേ ബുക്ക് വരയ്ക്കാനാണ് പറഞ്ഞേക്കണേ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുക. ഓൾ ദി ബെസ്റ്റ്. കേസ് മക്കളെ എല്ലാവരും വേഗം തിരിച്ചു വരിക. വീഡിയോ ഓൺ ആക്കാം കേട്ടോ. നമുക്ക് ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ചെക്കിംഗ് ടൈമിൽ എല്ലാവരുടെയും വീഡിയോ ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ 0 മാർക്ക് ആയിരിക്കും. സാന്ദ്ര വേഗം വീഡിയോ ഓൺ ആക്കുക. എല്ലാവരും വീഡിയോ ഓൺ ആക്കുക കേട്ടോ. വേഗോട്ടെ എല്ലാവരും വേഗം വീഡിയോ ഓൺ ആക്കുക. ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് ക്രെഡിറ്റ് നോട്ടാണ് കേട്ടോ. ക്രെഡിറ്റ് നോട്ട് കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഡെബിറ്റ് നോട്ട് ആരെങ്കിലും മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കണ്ട കേട്ടോ. ആരെങ്കിലും ആദ്യം ഡെബിറ്റ് നോട്ട് രണ്ടാമത് ക്രെഡിറ്റ് നോട്ട് എഴുതിയെങ്കിൽ മാർക്ക് കൊടുക്കണ്ട. ഫസ്റ്റത്തെയാണ് ക്രെഡിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ ക്രെഡിറ്റ് നോട്ടും പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഡെബിറ്റ് നോട്ടും ആണ്. കറക്റ്റ് ആണെങ്കിൽ ഓരോ മാർക്ക് വെച്ച് 2 മാർക്ക് കൊടുക്കുക കേട്ടോ. അടുത്ത സെയിൽസ് ഡേ ബുക്കാണ്. സെയിൽസ് ഡേ ബുക്ക് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ എന്നോ പർട്ടിക്കുലേഴ്സ് എന്നോ എഴുതാം കേട്ടോ. പർട്ടിക്കുലേഴ്സ് എഴുതിയാലും കുഴപ്പമില്ല. ഇൻവോയ്സ് നമ്പറോ LF എന്ന് എഴുതാം. പിന്നെ എമൗണ്ട് കോളം. അതിലാദ്യം ഏപ്രിൽ 1 മുനീർ എന്ന് പറഞ്ഞ് എഴുതാം. 10 × 15,000 1,50,000. കറക്റ്റ് ആണെങ്കിൽ 1.5 മാർക്ക്. അടുത്ത 20-ാം തീയതി ഹംസയാണ്. 5 × 5,000 25,000. കറക്റ്റ് ആണെങ്കിൽ 1.5 മാർക്ക്. 26-ാം തീയതി അലക്സ് ആണ്. അലക്സിന് മാത്രം ഡിസ്കൗണ്ട് ഉണ്ട്. സോ 12,000 × 6 72,000. അതിൽ നിന്നും ഡിസ്കൗണ്ട് 10% കുറയ്ക്കുക. അപ്പോൾ 72,000-ൽ നിന്നും 7,200 രൂപ കുറച്ചാൽ നമുക്ക് ഔട്ടർ കോളത്തിലോട്ട് 64,800 കിട്ടും. കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക് കൊടുക്കുക കേട്ടോ. 64,800 കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്. ലാസ്റ്റ് കുമാറാണ്. ചെയറാണ് മേടിച്ചത് 12 ചെയർ. 12 × 800 9,600 വരും. കറക്റ്റ് ആണെങ്കിൽ 1.5 മാർക്ക് കൊടുക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,49,400 എന്നാണ് കിട്ടുക. 2,49,400 എന്നാണ് കിട്ടുക. ആ എമൗണ്ട് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 1.5 മാർക്ക് അതിനും കൊടുക്കണം. മുഹമ്മദ് ഹസാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണോ, എഴുതുന്നുണ്ടോ? ഓക്കെ, മാർക്ക് ഇടുക. ഓരോന്നും സെപ്പറേറ്റ് ടിക്ക് ചെയ്തില്ലെങ്കിലും ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിലും ഫുൾ മാർക്ക് കൊടുക്കാം. ടോട്ടൽ 8 മാർക്കാണ്. ടോട്ടൽ 8 മാർക്സ് കേട്ടോ. മാർക്ക് ഒന്ന് ടോട്ടൽ ചെയ്യുക. പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. ഓക്കെ, പേപ്പർ സെൻഡ് ചെയ്യുക. 1 മിനിറ്റ്.